അധ്യായം 86. അത്വാരിഖ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 17. ഇതിന്റെ പേര് ഒന്നാം സൂക്തത്തിലെ ആദ്യ പദം തന്നെയായ അത്വാരിഖ് എന്നാണ്. പ്രത്യക്ഷപ്പെടുന്നത് എന്ന് വാക്കർത്ഥം. പ്രവാചകന്റെ മക്കാ ജീവിതത്തിന്റെ ആദ്യകാലത്ത് അവതരിച്ചു. ആദ്യ ഭാഗത്ത് മരണാനന്തരം ദൈവസന്നിധിയിൽ ഹാജരാകേണ്ടി വരുമെന്ന് സമർത്ഥിക്കുന്നു. അവസാന ഭാഗത്ത് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ പരാജയപ്പെടുത്താൻ അവിശ്വാസികളുടെ കുതന്ത്രങ്ങൾക്കാവില്ലെന്നും വ്യക്തമാക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആകാശം സാക്ഷി, രാവിൽ പ്രത്യക്ഷപ്പെടുന്നതും സാക്ഷി. രാവിൽ പ്രത്യക്ഷപ്പെടുന്നതെന്തെന്ന് നിനക്കെന്തറിയാം? തുളച്ചു കയറും നക്ഷത്രമാണത്. ഒരു മേൽനോട്ടക്കാരനില്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനുമില്ല. മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ, ഏതിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന്. അവൻ സൃഷ്ടിക്കപ്പെട്ടത് സ്രവിക്കപ്പെടുന്ന വെള്ളത്തിൽ നിന്നാണ്. മുതുകെല്ലിന്റെയും മാറെല്ലിന്റെയും ഇടയിലാണ് അതിന്റെ ഉറവിടം. അവനെ തിരികെ കൊണ്ടുവരാൻ കഴിവുറ്റവനാണ് അല്ലാഹു. രഹസ്യങ്ങൾ വിലയിരുത്തപ്പെടും ദിനമാണതുണ്ടാവുക. അന്നവന് എന്തെങ്കിലും കഴിവോ സഹായിയോ ഉണ്ടാവില്ല. മഴ പൊഴിക്കും മാനം സാക്ഷി. സസ്യങ്ങൾ കിളിർപ്പിക്കും ഭൂമി സാക്ഷി. നിശ്ചയമായും ഇതൊരു നിർണായക വചനമാണ്. ഇത് തമാശയല്ല. അവർ കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കും. നാമും തന്ത്രം പ്രയോഗിക്കും. അതിനാൽ സത്യനിഷേധികൾക്ക് നീ അവധി നൽകുക. ഇത്തിരി നേരം അവർക്ക് സമയമനുവദിക്കുക.